ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ടെക്സ്ചർ വർക്കാണ്. അതിനുവേണ്ടി ഒരു കോട്ട് പ്രൈമർ ഭിത്തിയിൽ അടിച്ചിട്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഇൻഡിഗോയുടെ ടെക്സ്ചർ പൊട്ടിയാണ്. നമ്മളെടുത്ത് ഇതുപോലെ കൈക്ക് അപ്ലൈ ചെയ്യുകയാണ്. കൈക്ക് അപ്ലൈ ചെയ്തിട്ട് കൈക്ക് തന്നെ കൈയുടെ പത്തി വെച്ച് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഇതുകൂടാതെ നമ്മൾ റോളറിനാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇച്ചിരികൂടെ എനിക്ക് കംഫർട്ടായിട്ട് വന്നിരിക്കുന്നത് കൈക്ക് പ്രസ് ചെയ്തെടുക്കുന്നതാണ്. ഫുള്ള് ഡിസൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനിടയ്ക്ക് നമ്മളൊരു സ്റ്റാറിൻ്റെ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പ്ലാസ്റ്റിക് എന്തെങ്കിലും എടുത്ത് അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളത് ഡിസൈൻ വെട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാറിനെയാണ് കൊടുത്തത്. നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഇതുപോലെ ചെയ്യാൻ പറ്റും. അതിങ്ങനെ നമ്മൾ മാസ്കിൻ ടേപ്പിന് സൈഡ് ഒട്ടിച്ചിട്ട് നമ്മൾ ആ ഡിസൈൻ ചെയ്ത ഭിത്തിയിലോട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് ചെറിയ കരണ്ടിക്ക് പൊട്ടിയെടുത്തിട്ട് ഇതുപോലെ ചെയ്യണം. പ്രഷർ പൊടി എടുത്ത് നമ്മളിതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നല്ലപോലെ നമ്മൾ തിക്കായിട്ട് നമ്മൾ വെച്ചാൽ നമുക്ക് ആ ഡിസൈൻ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ അതങ്ങ് സ്റ്റിക്കറങ്ങ് പൊളിച്ച് കഴിയുമ്പോഴേതിന് ഇതുപോലെ നമുക്ക് ആ ഡിസൈൻ കിട്ടും. നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും അവിടെ ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഒരു കോട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുകയാണ്, എമർഷൻ. ബ്ലാക്ക് പെയിൻറ്റ് ഫുള്ള് നമ്മൾ അടിച്ചതിന് ശേഷം നമ്മൾ നല്ല പോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഡിസൈൻ ആക്കാൻ പറ്റത്തുള്ളൂ. ഒരു 2-3 മണിക്കൂർ കിട്ടുകയാണെങ്കിൽ നല്ലപോലെ ഉണങ്ങി കിട്ടും. അതിന് ശേഷമാണ് നമ്മൾ ഗോൾഡ് കളർ അപ്ലൈ ചെയ്യണം. അത് ചെറിയ ഇനാമലിൻ്റെ ചെറിയ റോളർ കിട്ടും. അതിലോട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് എല്ലാവർക്കും നമുക്ക് ഡിസൈൻ നല്ലപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലത്തെ ചെറിയ റോളർ മേടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ വേസ്റ്റൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലായിടത്തും ഒരുപോലെ നമുക്ക് കിട്ടിയെന്ന് കരുതില്ല. ഇതുപോലെ നമ്മൾ ഫുള്ള് ഡിസൈനൊക്കെ ചെയ്യണം. ഇതിനകത്ത് തന്നെ നമുക്ക് കോപ്പർ കളർ മിക്സ് ചെയ്ത് വേണം നമുക്ക് ഡിസൈൻ ചെയ്യാം. നമ്മൾ കസ്റ്റമർ പറയുന്നതനുസരിച്ച് നമ്മൾ ആ കൊടുക്കണം. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ആ സ്റ്റാറിൻ്റെ ഡിസൈൻ കൊടുത്ത് നമ്മൾ കോപ്പർ കളർ നല്ലപോലെ ബ്രഷിന് നമ്മൾ നല്ലപോലെ അവിടെ അടിക്കണം. അവിടെ നമുക്ക് വേറെ കോപ്പർ ഡിസൈൻ ആണെങ്കിലും കൊടുക്കാം. ഇത് കസ്റ്റമർക്ക് അത് വേണ്ട, ഗോൾഡ് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തേക്കുന്നത്.